ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തോട്ട് പോവുകയാണ്. കല്യാണം കഴിഞ്ഞാൽ പിറ്റേ ദിവസം അമ്പലത്തിൽ പോകുന്നൊരു ചടങ്ങ്, അത് വളരെ നിർബന്ധമായിട്ടുള്ളൊരു ചടങ്ങാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ കുളിച്ച് റെഡിയായിട്ട് നേരെ അമ്പലത്തിലോട്ട് വിടുകയാണ്. അമ്പലം എന്ന് പറയുമ്പോഴത്തേക്കും പള്ളിക്കൽ അമ്പലം. ഇതാണ് ഗണേശൻ്റെ നാട്, പള്ളിക്കൽ നൂറിനാട്. അപ്പോൾ ഇവിടുത്തെ എനിക്കൊരു പുതുമയായിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഉത്സവം, കെട്ടുകാള, ഇതൊക്കെ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. ഒരു അടിപൊളി എക്സ്പീരിയൻസ് കൂടിയായിരുന്നു കേട്ടോ. കാരണം എൻ്റെ വീട്ടിലിവിടെ എറണാകുളത്ത് അങ്ങനെ ഇങ്ങനത്തെ ഒരു ഉത്സവം കാര്യങ്ങളില്ല. നമ്മുടെ ഇവിടെ ആന പറന്നിറക്കൽ അങ്ങനത്തേക്കേ ഉള്ളൂ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെട്ടുകാളൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളിയൊരു ഉത്സവമാണ്. അപ്പോൾ അതിൻ്റെ ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അമ്പലത്തിൽ പോയി തൊഴുതിറങ്ങി ദൈവത്തിനോടൊക്കെ പ്രാർത്ഥിച്ചു. ഇവനോട് എപ്പോഴും ചിരിക്കാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇവൻ ചിരിക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. പ്രകൃതി രമണീയമാണ് ഗണേശൻ്റെ നാട്. വെള്ളം കണ്ടാൽ പണ്ട് എനിക്ക് ആക്രാന്തമായത് കണ്ടിട്ട് തന്നെ പോകുന്ന വഴി അവിടെ നിർത്തി വന്ന് വെള്ളത്തിലൊക്കെ കളിച്ചിട്ടൊക്കെയാണ് ഞാൻ പോയത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.